ഇന്ത്യയുടെ ആ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യാക്രമണത്തിന്റെ തിരിച്ചടിയുടെ ഇന്ത്യൻ മറുപടിയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകരരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ തീയുണ്ടകൾ പായിക്കുന്ന മിസൈൽ പായിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇന്ത്യൻ തിരിച്ചടിയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. 9 ഭീകര കേന്ദ്രങ്ങളാണ് ലഷ്കറിന്റെയും ഒപ്പം ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ മടിത്തട്ടായ ഇടങ്ങളിലാണ് ഇന്ത്യയുടെ ആക്രമണം നടന്നിരിക്കുന്നത്. അതും പ്രിസൈസ് ആക്ഷനാണ് നടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ മിലിറ്ററിക്ക് നേരെയല്ല, പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയല്ല ആക്രമണമെന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറയുന്നു. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. പാകിസ്ഥാൻ നിഴൽ യുദ്ധം നടത്തുന്നത് ഈ ഭീകരരെ മുൻനിർത്തിയാണ്. നമ്മുടെ സാധാരണക്കാരായ വിനോദസഞ്ചാരികളായ 26 പേരെയാണ്, ഒരു നേപ്പാൾ പൗരനുൾപ്പെടെ 25 ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെ 26 പേരുടെ ജീവൻ പഹൽഗാമിൽ പൊളിഞ്ഞത്. അതിന് മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. ബൽറാമും വിനീത വിജിയും ശ്രീനാഥ് ചന്ദ്രനും തുടരുന്നുണ്ട്. ശ്രീനാഥ്, ഇപ്പോൾ കനത്ത പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന തരത്തിൽ പാകിസ്ഥാന്റെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിർത്തിയിൽ കനത്ത വെടിവെപ്പ്, ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചുമുണ്ടാകുന്നുണ്ട്. അതൊരു പക്ഷേ ടാങ്കുകളിലേക്ക്, പീരങ്കി ടാങ്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് പല ഇടങ്ങളിലും രജൗരിയിലടക്കം പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ അതിർത്തി മേഖല കടന്നു പോകുന്നത്. ഈ രാത്രി വളരെ നിർണായകമാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അവർക്കുണ്ടായ ഒരു ക്ഷീണം അത് മറികടക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെയല്ല, അതിൽ കുറച്ചുകൂടി ശക്തമായ രീതിയിലുള്ള ഒരു വെടിവെപ്പിനാണ് അവർ ശ്രമിക്കുന്നത്. അവർ ഈ കയ്യിലെടുക്കുന്ന തോക്കുകൾക്ക് അപ്പുറത്തേക്ക് ചെറിയ മിസൈൽ ലോഞ്ചറുകൾ മറ്റും ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി ശക്തമായ ഒരു ആക്രമണം പാകിസ്ഥാന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സേന അതിനൊക്കെ കൃത്യമായി മറുപടി നൽകുകയും അത്തരം ആക്രമണങ്ങളൊക്കെ പൊളിക്കുകയും ഈ ഘട്ടത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ പറയുന്ന അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചില മാധ്യമങ്ങളോട് പാകിസ്ഥാനിൽ അദ്ദേഹം സംസാരിക്കുകയാണ് ഈ സമയം. അദ്ദേഹം പറയുന്നത് ഇനി ഇന്ത്യയുമായുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാകില്ല, ഏത് നിമിഷവും അത് ഉണ്ടാകും എന്നതാണ് അവർ പറയുന്നത്. അതായത് ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ഭീഷണിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. പാകിസ്ഥാന്റെ എയർഫോഴ്സ് അവരുടെ വിമാനങ്ങൾ, പോർ വിമാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പറന്നുയർന്നു കഴിഞ്ഞു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ തരത്തിൽ പാകിസ്ഥാൻ കുറച്ചുകൂടി പ്രകോപനത്തിന് തന്നെയാണ് മുതിരുന്നത് എന്നൊരു സൂചന പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം ഈ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്ന, അതായത് ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയുന്ന മേഖലകൾ, അതായത് പാകിസ്ഥാൻ പറയുന്ന മേഖലകൾ, ഇന്ത്യ ഇപ്പോൾ 9 ഇടങ്ങളിൽ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ പോലും അത് ഏതൊക്കെ മേഖലകൾ എന്ന് കൃത്യമായി ഇപ്പോഴും വിശദീകരിച്ച് നൽകുന്നില്ല. അതേസമയം പാകിസ്ഥാനാണ് ആ മേഖലകളെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നത്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അവർ പറയുന്ന പേരുകൾ അധികവും പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ അല്ലെങ്കിൽ ഭീകരരുടെ ആസ്ഥാന കേന്ദ്രങ്ങളും മറ്റും ഉള്ള ഇടങ്ങളാണ്. ഈ ബഹാവൽപൂർ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ്. മസൂദ് അസറിന്റെ ഒപ്പം തന്നെ ഹാഫിസ് സയ്യിദിന്റെ ഒക്കെ തന്നെ കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളാണ്. അവിടെ ഈ തരത്തിൽ ഈ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകരരുടെ ഇടങ്ങളാണ്. അവിടെ ആണ് ഈ തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. 3 പേർ മരിച്ചു എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നുണ്ട്. അതൊക്കെ
സിവിലിയൻസ് ആണ് എന്നതാണ് പാകിസ്ഥാന്റെ അവകാശവാദം. എന്തായാലും ഇന്ത്യ ആ തരത്തിൽ ഏതെങ്കിലും ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. ഇന്ത്യയുടെ ഒരു വിശദീകരണം പിന്നാലെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും സിവിലിയൻസിനെയോ സാധാരണക്കാരെ അല്ലെങ്കിൽ ആർമി പാകിസ്ഥാന്റെ സേനയോ ഒന്നും ലക്ഷ്യം വെച്ചായിരുന്നില്ല ഇന്നത്തെ ഈ ആക്രമണം. 9 ഇടങ്ങളിൽ നടത്തിയ ഒരു പ്രിസിഷൻ, കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണം. അതും 9 ഇടങ്ങളും ഭീകരരുടെ താവളങ്ങളാണ്, അവരുടെ കേന്ദ്രങ്ങളും മറ്റുമാണ്, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നശിപ്പിച്ചത് എന്നതാണ് ഇന്ത്യ പറയുന്നത്. പക്ഷെ പാകിസ്ഥാൻ മറ്റൊരു നെറേറ്റീവ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പൊ അവിടെയുള്ള പള്ളികൾക്കും സാധാരണക്കാർക്കുമൊക്കെ നേരെയാണ് ഈ ആക്രമണം നടന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ നൽകുന്നത്. പക്ഷേ ആ ഒരു വാദത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ ഈ ഇപ്പോഴുണ്ടായ ഇന്ത്യ നൽകിയിരിക്കുന്ന ഒരു തിരിച്ചടി അതിനെ ആ തരത്തിൽ മനസ്സിലാക്കാതെ ഒരു പ്രകോപനമായി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം പാകിസ്ഥാൻ നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ അവരുടെ പോർ വിമാനങ്ങളെയൊക്കെ തന്നെ തയ്യാറാക്കി നിർത്തുകയും അത് പറന്നുയർന്നു കഴിഞ്ഞു എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നത്. ഏതായാലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പറയുന്നത് അതിർത്തിയിൽ ഈ എയർ ഡിഫൻസുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെയൊക്കെ തന്നെ ആക്ടിവേറ്റ് ചെയ്തു എന്നതാണ്. അതായത് വ്യോമമാർഗമുള്ള പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ പോലും ഇന്ത്യ അത് ചെറുക്കും. അതിനുള്ള സൗകര്യങ്ങൾ, തയ്യാറെടുപ്പുകൾ ഇന്ത്യൻ സേന നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വ്യോമമാർഗമുള്ള ആക്രമണങ്ങൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെ ചെറുക്കാനുള്ള സൗകര്യങ്ങളും സജ്ജമാക്കി തന്നെ ഇന്ത്യ വെച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സമയം പറയാൻ കഴിയുന്നത്. അതേസമയം രജൌരി അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ കനത്ത വെടിവെപ്പ് ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ നടക്കുന്നതുകൊണ്ട് ഇപ്പോഴുണ്ടായ ഈ ആക്രമണത്തിന്റെ തുടർ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് മറുപടി ഇന്ത്യൻ സേന നൽകും. ആ തരത്തിൽ ഒരു സംഘർഷം കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലേക്ക് മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള സൂചനകൾ ഇതിനോടകം തന്നെ അതിർത്തി മേഖലകളിൽ നിന്ന് വരുന്നുമുണ്ട്. ഏതായാലും ആ ഒരു ഘട്ടത്തെ ഇന്ത്യൻ സേനയ്ക്ക് മറികടക്കാൻ കഴിയും എന്ന് നമുക്ക് അറിയാം. അത്രയും ശക്തമാണ് തയ്യാറെടുപ്പുകൾ എന്നതും നമുക്കറിയാൻ കഴിയുന്നതാണ്. ആയുധബലം കൊണ്ടും ആൾബലം കൊണ്ടും ഒക്കെ തന്നെ ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് ആ തരത്തിൽ ഭയക്കേണ്ട കാര്യമില്ല. അതേസമയം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇനി ഒരു പ്രകോപനം ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ കണക്കാക്കുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെ ഇന്ത്യ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഗോകുൽ.